അപ്പോൾ ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏകമാനമായൊരു സംഗതിയല്ല. ഇപ്പോൾ ഹോവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഫസർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി വൈഭവം എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. 8 വ്യത്യസ്ത തരം ബുദ്ധികളാണ് ഗാർട്ട്നർ പറഞ്ഞത്. അതിൻ്റെ കൂടെ 9ാമതൊരെണ്ണം കൂടെ പിന്നീട് ആഡ് ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തേത് ഭാഷാ സംബന്ധമായ ബുദ്ധിയാണ്. ഇത്തരം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കഥകൾ കേട്ടുറങ്ങാൻ ആയിരിക്കും, പാട്ട് കേൾക്കുന്നതിനേക്കാൾ കഥ കേട്ടുറങ്ങുന്നതായിരിക്കും ഇഷ്ടം. അവർ കുറച്ച് കഴിയുമ്പോൾ കഥ വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കും, ചിത്രകഥകൾ വായിച്ചു തുടങ്ങും, പിന്നെ പതിയെ നല്ല വായനയിലേക്ക് വരും, നന്നായി സംസാരിക്കും. ഇവരൊരു സിനിമ കണ്ടിട്ട് സിനിമാ കഥ പറഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ കാണണ്ട, അത്രയ്ക്ക് ഗ്രാഫിക്കായിട്ട് അവർ പറയും. അപ്പോൾ ഈ ഒരു കഴിവുള്ള കുട്ടികൾക്ക് പല തൊഴിൽ മേഖലകളിലേക്ക് വിടാം. ഇയാൾക്ക് അധ്യാപകനാകാം, അഭിഭാഷകനാകാം, മാധ്യമപ്രവർത്തകനാകാം, എഴുത്തുകാരനാകാം, പല വഴികളിലേക്ക് പോവാം. രണ്ടാമത്തേത് മാത്തമാറ്റിക്കോ ലോജിക്കൽ ഇൻ്റലിജൻസ്, ഗണിത യുക്തി സംബന്ധമായ ബുദ്ധി. അത് ശാസ്ത്ര അവബോധമാണ്. അതിൽ തന്നെ 2 തലങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ജീവശാസ്ത്രം, ബയോളജി, അത് പഠിക്കാൻ ഗണിത ബുദ്ധി അത്യാവശ്യമായിട്ടില്ല. പക്ഷേ ലോജിക്ക് എന്ന് പറഞ്ഞൊരു സംഗതി, യുക്തി ആവശ്യമാണ്. പക്ഷേ ഗണിതം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള മിക്കവാറും ശാസ്ത്രശാഖകൾ, ഫിസിക്സും കെമിസ്ട്രിയും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഗണിത ബുദ്ധിക്കൊരു വലിയ കാര്യമുണ്ട്. അടുത്തത് 3ാമത്തെ സംഗതി സ്പേഷ്യൽ ഇൻ്റലിജൻസ്, സ്ഥല ചിത്രീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിലൊക്കെ നല്ല താല്പര്യം കാണും, ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യം കാണും. ഇവർ ഒരുപക്ഷെ സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും തൊട്ട് സിനിമ സംവിധാനവും സിനിമാറ്റോഗ്രാഫിയും വരെയുള്ള പല പല ഏരിയാസിലേക്ക് അവർക്ക് പോവാം. പിന്നെ ബോഡിലി കൈനേസ്തെറ്റിക് ഇൻ്റലിജൻസ്, ശരീരചലന സംബന്ധമായ ബുദ്ധി, സ്പോർട്സും ഡാൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ സർജറി ചെയ്യുന്നതിന് പോലും ആ ഒരു സംഭവത്തിൻ്റെ ഒരു എലിമെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, താളം, താളബോധം, ഈണം. ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇത് സൈക്കോളജി, ഫിലോസഫി ഇത്യാദി കാര്യങ്ങളുടെ ഒരു സ്കില്ലാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബിസിനസ് മാനേജ്മെൻറ്റ് പോലത്തെ സ്പെക്ട്രങ്ങൾക്ക്. പിന്നെ അടുത്തത് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ആണ്, പ്രകൃതി സംബന്ധമായ ബുദ്ധി. അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയുമായി ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങൾ, എൻവയൺമെൻറ്റൽ സയൻസ്, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഇത്യാദി ഒരുപാട് സംഗതികളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ 9ാമതൊരു സംഗതിയുടെ പിന്നീട് വന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അസ്തിത്വ സംബന്ധമായ ബുദ്ധി, ജീവിതത്തിൻ്റെ ലക്ഷ്യം, അർത്ഥം തുടങ്ങിയ കാര്യങ്ങൾ, ആത്മീയ ചിന്തകൾ. നല്ല ആത്മീയ നേതാക്കളാകാൻ ആ ബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റും.